ഹായ് ഗൈസ്. ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോറക്സ് മാർക്കറ്റിലെ മേജർ കറൻസീസ് ആയിട്ടുള്ള യൂറോ യു എസ് ടി, GBP USD, പിന്നെ ഗോൾഡ് എന്നിവയുടെ മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ്, ഡെയിലി ബയാസ് എന്തൊക്കെയാണ്, ഇന്ന് നമുക്ക് നോക്കാൻ സാധിക്കുന്ന ബേസിക് ആയിട്ടുള്ള കീ ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുക. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, ട്രേഡ് ഐഡന്റിഫിക്കേഷൻസ് കണ്ടെത്തുക എന്നതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ടു ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ അസർ. സോ ഒരു ട്രേഡറെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫസ്റ്റ് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ചാർട്ട് റീഡ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഇന്ന് എന്തെല്ലാം ന്യൂസുകളാണ് മാർക്കറ്റിൽ ഉള്ളത് എന്നുള്ളതാണ്. സോ നമ്മൾ ഫോറക്സ് ഫാക്ടറിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഡിസംബർ 22 പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല. ഇന്ന് അങ്ങനെ ഹൈ ഇമ്പാക്ട് ന്യൂസുകളൊന്നും അധികം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. സോ നമ്മൾ ഓരോ കറൻസി പേരിലോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇനി യൂറോ യു എസ് ടിയിലോട്ട് നോക്കുന്ന സമയത്ത് ഇപ്പൊ യൂറോ യു എസ് ടിയുടെ ലാസ്റ്റ് ഉണ്ടായിരുന്ന 50 മിനിറ്റ്സിലെ ഏറ്റവും ഹൈ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ 50 മിനിറ്റ്സിലെ ഒരു ലോ എന്ന് പറയുന്നത് ഇതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതേ റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് കിടന്ന് കളിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു സെൽ റേഞ്ച് ആണ് യൂറോ യു എസ് ടിയിൽ 50 മിനിറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതില് അറ്റ് പ്രസന്റ് ഇപ്പൊ ഇന്ന് നമുക്ക് നോക്കാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കീ ലെവൽ എന്ന് പറയുന്നത് ഈ കീ ലെവലിൽ നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് മാർക്കറ്റ് ഇവിടെ വരികയാണ് എന്നൊരു കൺഫർമേഷൻസ് നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു ട്രേഡിലോട്ട് എന്ത് ചെയ്യാവുന്നതാണ്. ഇതാണ് നല്ലൊരു ഏരിയ യൂറോ യു എസ് ടിയിൽ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്ന നല്ലൊരു ഏരിയ എന്ന് പറയുന്നത്. ഇനി സപ്പോസ് മാർക്കറ്റ് അങ്ങോട്ട് വരാതെ ഇവിടെ എന്ത് ചെയ്യുന്നത്, ചെറിയൊരു ഇന്റേണൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഇന്റേണൽ താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് മാർക്കറ്റ് ഇങ്ങനെ താഴോട്ടൊരു ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ഒരു കീ ലെവൽ നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതിലോട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഇന്ന് യൂറോ യു എസ് ടി നമുക്ക് നോക്കാൻ സാധിക്കുന്ന ബെസ്റ്റ് ആയുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ കറൻസി പേരുള്ള GBP USD നോക്കുന്ന സമയത്ത് GBP USD കഴിഞ്ഞ 50 മിനിറ്റ്സിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമുക്കൊരു സെൽ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, മൊത്തത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഈ GBP USD നോക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും ഒരു ഏരിയ ഇതാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു സെല്ല് നോക്കാവുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലുള്ള ഈ ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു സെല്ല് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് GBP USD നമുക്ക് ഇന്ന് നോക്കാൻ സാധിക്കുന്ന രണ്ടായിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള കീ ലെവൽസ് എന്ന് പറയുന്നത്. ഇനി സപ്പോസ് മാർക്കറ്റ് ഇങ്ങോട്ട് വരാതെ ഈ ഏഷ്യയുടെ ഹൈനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രക്ചറിനെ മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, നല്ലൊരു കീ ലെവൽസ് കിട്ടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു സെൽ റേഞ്ച് ഓപ്പർച്യൂണിറ്റീസ് നോക്കാവുന്നതാണ്. ഇനി ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഗോൾഡ് നോക്കുന്ന സമയത്ത് ഗോൾഡിൽ അറ്റ് പ്രസന്റ്ലി നമുക്ക് അങ്ങനെ ഒരു ഏരിയാസ് കാണുന്നില്ല. കാരണം ഗോൾഡ് 50 മിനിറ്റ്സ് റേഞ്ചിലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഓൾ ടൈം ഹൈയിലോട്ട് മാർക്കറ്റ് ഇപ്പൊ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഏരിയനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള നല്ലൊരു സാധ്യത ഉണ്ട് എന്നുള്ളത്. ആ ഏരിയ മാർക്കറ്റ് ഇപ്പൊ ബ്രേക്ക് ചെയ്ത് ഓൾ ടൈം ഹൈയിലോട്ടാണ് മാർക്കറ്റ് ഇപ്പൊ പോയിക്കോ. അപ്പൊ ഇതിൽ 50 മിനിറ്റ്സ് റേഞ്ച് താഴത്തോട്ടാണ് റേഞ്ച് ഉള്ളത്. അവിടെ ലിക്വിഡിറ്റീസ് പെൻഡിങ് ആയിട്ടുള്ള താഴത്തോട്ടാണ് ഏരിയാസ് ഉള്ളത്. ഇനി 1 മിനിറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിലൊക്കെ ഒരു റിസ്ക് കുറച്ച് കൂടിയ ട്രേഡുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യും. പക്ഷെ ഇതിലൊന്നും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കാണുന്നില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള കീ ലെവൽസ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഡിസംബർ ലാസ്റ്റ് 2 വീക്കാണ്. മാർക്കറ്റ് ഒരുപാട് മാനിപ്പുലേഷൻസ്, മൂവ്മെന്റ് ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ട്രേഡ് ചെയ്യുന്ന സമയത്ത് വളരെ സേഫ് ആയിട്ട് നിങ്ങളെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ് ചെയ്യുക. സോ സേഫ് ട്രേഡ്. അപ്പോൾ സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ.